ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, നിങ്ങൾ ജയിച്ചു എന്നുള്ളതും ശരിയാണ്. പക്ഷെ ഇവിടെ ചില വോട്ടിൻ്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളെന്തോ വല്ലാതെ മികച്ച വിജയം അങ്ങനെ നേടിയങ്ങ് നിൽക്കുകയാണ് എന്നൊരു തോന്നലാണല്ലോ ഉണ്ടാകുക. ഇന്ന് പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെയാണ് ഒരു തോന്നൽ വന്നത്. അത് നമുക്കൊന്ന് നോക്കാം എന്താ സ്ഥിതി. ഇപ്പോൾ 2019 വർക്കലയിൽ 48,000 വോട്ടാണ് UDF ഉണ്ടായത്, വർക്കല അസംബ്ലി നിയോജകമുള്ളത്. ഇത്തവണയോ 39,000. 48 നിന്ന് 39 താഴ്ച. LDFിൻ്റെ കണക്കാണല്ലോ അവിടുന്ന് പറഞ്ഞത്. നിങ്ങൾ കണക്ക് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടിയിരുന്നല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അത് ചിന്തിക്കണ്ടേ. അതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചല്ലോ അവിടെ. പക്ഷെ നിങ്ങളെന്തോ ഒരു മികവാർന്ന വിജയം നേടിയിരിക്കുകയാണെന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങളത് ഓർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആറ്റിങ്ങൽ UDFന് 2019 50,000 വോട്ടുണ്ടായിരുന്നു. കൃത്യമായ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ 50,000 സൗകര്യത്തിന് പറയുന്നതാണ്. 50,045 അങ്ങനെ ആ കൃത്യ നമ്പർ ഞാൻ പറയുന്നില്ല. 50,000 വോട്ടുണ്ട്. ഇപ്പോഴും 46,000. വർധനവാണോ കുറവാണോ? ചിറയിൻകീഴ് UDFന് 56,000 വോട്ടായിരുന്നു. ഇപ്പോഴത് 44,000. ഇതൊക്കെ നിലവിലുള്ള യാഥാർത്ഥ്യമാണല്ലോ. നെടുമങ്ങാട് 54,000 UDFന് കിട്ടിയത്. ഇപ്പോഴത് 50,000. കളമശ്ശേരി ഇതിൽ പെടുന്നില്ല. ഇത് കൂട്ട്, ഇതാണ് കൂട്ടേണ്ടത്. നിങ്ങൾ വലിയ എണ്ണം പറഞ്ഞല്ലോ ഇവിടെ. ആ എണ്ണം പറഞ്ഞ കാര്യമാണ് ഓർക്കേണ്ടത്. നെടുമങ്ങാട് ഞാൻ പറഞ്ഞു. വാമനപുരം UDFന് 59,000 കഴിഞ്ഞ തവണ. ഇപ്പോഴോ 45,000. അരുവിക്കര UDFന് 58,000 കഴിഞ്ഞ തവണ. ഇത്തവണയോ 47,000. കാട്ടാക്കട കഴിഞ്ഞ തവണ 51,000. ഇത്തവണ 43,000. സർ 7 മണ്ഡലമായി ജയിച്ചു. UDF ജയിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് കാണണം. അതെങ്ങോട്ട് പോയി? ഞങ്ങൾക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ സമ്മതിക്കുമല്ലോ. എങ്ങോട്ട് പോയത്? അപ്പം അതാണ് പണ്ട് പറയാറില്ലേ, ഇത് കുത്തിയിട്ട് മണപ്പിക്കുകയെന്ന്. ആ വിദ്യ നിങ്ങൾ എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരവരുടെ അവസ്ഥ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറാണ്.